പറഞ്ഞിരുന്നെങ്കിൽ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവില്ലായിരുന്നോ? ഇതൊക്കെ ഒരു നയത്തിലും തന്ത്രത്തിലും വേണ്ടേ പറയാൻ ഡോക്ടറെ? ഏത് നയത്തിലും തന്ത്രത്തിലും ഒക്കെ പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണല്ലോ പറയേണ്ടത്. എന്തായാലും മിസ് ഇന്ത്യ പോലത്തെ ഒരു പെണ്ണായിരുന്നു അവള്. അതേതായാലും പോയി കിട്ടി. ഇനി വേറെ നോക്കാം വാ. മിസ് ഇന്ത്യ ഇതാ. എന്റെ ആകെ കൂടിയുള്ള പ്രതീക്ഷ ഫൈറ്റർ മുരുകനായിരുന്നു. ഹര ഹരോ ഹര, മുരുകനും പോയി കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇതുപോലെ തളർന്നു കിടക്കുന്ന വേറെ ഏതെങ്കിലും ഫൈറ്റ് മാസ്റ്ററോ ഡാൻസ് മാസ്റ്ററോ ഉണ്ടോ? വൈഫ് ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. ഒന്ന് പോ ഡോക്ടറെ ഇവിടുന്ന്. മുൻചാമേ എവിടെ വച്ച്? ശരിയണ്ണാ, நாளைக்கு ரோலக்ஸ் ஹோட்டல்ல பார்க்கலாம். நீங்க கூப்பிட்ட போதும். சரி வர. ദേ ദേ ദേ, ഏ ആ പെണ്ണ് കൊള്ളാമല്ലോ. ഏതാ? അതാ ആ. അത് കേസാ. വക്കീലാണോ? ഹേയ്, ആ കേസല്ല. കേസ് കെട്ട് റോസിലി. മലയാളിയാ, നമുക്ക് ശരിയാവില്ല. നോട്ട് കെട്ടാണോ കേസ് കെട്ടാണോ എന്ന് അമേരിക്കക്കാർക്ക് എങ്ങനെ അറിയാം? കാണാൻ ചന്തമുണ്ടോ, ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ടോ, അത് മതി. ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇത് ഉറപ്പായിട്ട് നടക്കും. ഡോക്ടറുടെ കർച്ചീഫുണ്ടോ? ഉണ്ടല്ലോ. എന്തിനാ? ഒന്ന് മുഖം മറയ്ക്കുന്നത് നല്ലതാവാ. നിർബന്ധമാണോ? വാ. ഇതൊക്കെ മാനമര്യാദയായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഒരു കേസ് കെട്ടുകൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? ഗർഭിണിയാക്കാൻ നടക്കുന്നു. വയറും വീർത്ത് ഗർഭമായിട്ട് നടന്നാലേ നാട്ടുകാരെന്ത് പറയും? ഓ, നാട്ടുകാരെന്തോന്ന് പറയാൻ? ചുമ്മാ അതൊന്നും അല്ലല്ലോ. രൂപ 10 ലക്ഷം തന്നിട്ടല്ലേ? നാണക്കേട്. അത് പിന്നെ പൈസ തീർത്തോളില്ലേ?